വയനാട് സുൽത്താൻ ബത്തേരിയിൽ റോഡിലേക്ക് മരം വീണ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. റോഡിലേക്കാണ് ഈ മരം വീണ് കിടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം എം കമൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. കമൽ, ഈ ഒരു മഴ ഇപ്പോൾ എങ്ങനെയാണ് വയനാടുള്ളത്? അതേപോലെ തന്നെ ഇപ്പോൾ സുൽത്താൻ ബത്തേരി ദേശീയപാതയിൽ ഒരു മരം കൂടി റോഡിലേക്ക് വീണിട്ടുണ്ട്. ഈ മരം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയുമാണ്. മഴയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ജയലക്ഷ്മി, 7:45 കൂടിയാണ് സുൽത്താൻ ബത്തേരി ടൗണിനടുത്ത് തൊട്ടപ്പൻകുളത്ത് ഒരു മരം പൊട്ടി റോഡിലേക്ക് വീണത്. പൂർണ്ണമായും ഗതാഗത തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാഗികമായി റോഡിലേക്കാണ് മരം കിടന്നിരുന്നത്. അത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ മുറിച്ചു നീക്കി. ഇപ്പോൾ അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ റെഡ് അലേർട്ടിന് സമാനമായി അല്ലെങ്കിൽ അതിതീവ്ര മഴയോ തീവ്ര മഴയോ ഒരു ഭാഗത്തും പെയ്യുന്നില്ല. മഴയുണ്ട്. ഇന്നലെ മുതൽ ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ട ചെറിയ മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കെടുതികളോ വെള്ളക്കെട്ടോ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ കൂടി മദ്രസകളും സൺഡേ സ്കൂളുകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അതുപോലെ കരിങ്കൽ കോറികളുടെ പ്രവർത്തനം, യന്ത്രസഹായത്തോടെയുള്ള മണ്ണെടുപ്പ് തുടങ്ങിയവ നിരോധിച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസം കേന്ദ്രങ്ങൾക്കും അതുപോലെ പ്രവർത്തനവും നിർത്തിവെച്ചിട്ടുണ്ട്. ഊരിലേക്ക് പ്രവേശനമില്ല. അതുപോലെ മുത്തങ്ങയിലെ വന സഫാരി ഉൾപ്പെടെയുള്ള ടൂറിസം പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും റെഡ് അലർട്ട് ഇന്നലെ ഉച്ച മുതൽ നിലനിൽക്കുന്നു. നാളെയും റെഡ് അലർട്ടാണ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത തുടരുകയാണ്. ശരി കമൽ, എന്തായാലും വയനാട്ടിൽ മഴയുണ്ട്. പക്ഷേ അതിശക്തമായ മഴ ഇപ്പോഴില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ മരങ്ങളൊക്കെ വീണിട്ടുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. നാളെയും റെഡ് അലേർട്ട് തുടരാനുള്ളൊരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത് എന്നുള്ളതാണ് കമൽ നൽകുന്ന വിവരം. നമുക്ക്